ജിന്ദാബാദ്, സഖാവ് ഉസ്മാൻ ജിന്ദാബാദ്. ഇല്ല ഇല്ല വലിക്കുന്നില്ല, ഇല്ല ഇല്ല വലിക്കുന്നില്ല, സഖാവ് ഉസ്മാൻ മരിക്കുന്നില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഇൻകുലാബ് ജിന്ദാബാദ്, ഇൻകുലാബ് ജിന്ദാബാദ്, രക്തസാക്ഷികൾ ജിന്ദാബാദ്, രക്തസാക്ഷികൾ ജിന്ദാബാദ്. ധീരാ ധീരാ പോരാളി, ധീരാ ധീരാ പോരാളി, സഖാവ് ഉസ്മാൻ പോരാളി. ഇല്ല ഇല്ല
ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. ഇൻക്ലാബ് സിന്ദാബാദ്. സിപിഐഎം സിന്ദാബാദ്. സഖാ പുഷ്പൻ നമ്മെ വിട്ടുപിരിഞ്ഞു. 1994 നവംബർ 25 കൂത്തുപറമ്പ് വെടിവെപ്പ്. ന്യായമായ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥി യുവജനങ്ങൾ നടത്തിയ പ്രക്ഷോഭത്തിന് നേരെ അന്നത്തെ UDF ഗവൺമെൻറ് നടത്തിയ നിഷ്ഠൂരമായ ലാത്തി ചാർജും ടിയർ ഗ്യാസ് പ്രയോഗങ്ങളും വെടിവെപ്പും. 2 മണിക്കൂറാണ് വെടിവെപ്പ്. 5 സഖാക്കൾ വെടിയേറ്റ് മരിച്ചു. പുഷ്പന് കഴുത്തിന് പിന്നിൽ വെടിയേറ്റു. സഖാ പുഷ്പൻ ആ വെടിയേറ്റതിൻ്റെ ഫലമായി കഴുത്തിന് താഴെ ചലനമറ്റ് 30 വർഷമായി കിടപ്പിലാണ്. വീട്ടിലെ കിടപ്പും ആശുപത്രിയിലെ കിടപ്പുമായി ജീവിതം. പക്ഷേ കാഴ്ചശക്തിയും ബുദ്ധിപരമായ കഴിവും ബുദ്ധിശക്തിയും അതുപോലെ തന്നെ സംസാരശേഷിയും ശ്രവണശേഷിയും എല്ലാം ഉണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് 30 വർഷക്കാലം ജീവിച്ചു. ആ ജീവിതകാലഘട്ടം ടെലിവിഷനുകളിലൂടെയും മറ്റ് സഖാക്കൾ വായിച്ചു കൊടുക്കുന്ന പത്രങ്ങളിലൂടെയും കൂടുതൽ വിവരങ്ങൾ രാഷ്ട്രീയം മനസ്സിലാക്കി പഠിച്ച് തങ്ങളുടെ സഖാക്കൾ ഉപദേശിക്കുകയും പാർട്ടിക്ക് കരുത്തും ശക്തിയും കൊടുക്കുകയാണ് ഈ 30 വർഷക്കാലവും പുഷ്പ ചെയ്തത്. രോഗം മൂർച്ഛിക്കുമ്പോഴും പാർട്ടിയെ സ്നേഹിച്ച് പാർട്ടി സഖാക്കൾക്ക് ഒരു വലിയ ആവേശമായി നിന്ന ഉത്തമനായ സഖാവാണ് സഖാ പുഷ്പൻ. ആ പുഷ്പൻ്റെ വിയോഗത്തിൽ എനിക്കുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. പുഷ്പൻ വെടിയേറ്റ് 5 മാസത്തിനകമാണ് എനിക്ക് വെടിയേറ്റത്. എന്നെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടു. സഖാ പുഷ്പൻ വെടിയേറ്റ് ചികിത്സയിൽ കിടക്കുന്നു. എനിക്ക് പുഷ്പനോട് അങ്ങേയറ്റത്ത് സ്നേഹവും ആദരവും ബഹുമാനവും തോന്നിയിട്ടുള്ളതാണ്. അതന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. സഖാ പുഷ്പനോട് എനിക്കുള്ള ബഹുമാനം അതിന് പറയാൻ കഴിയാത്ത ബഹുമാനമാണ്. അങ്ങനെ പാർട്ടി സഖാക്കളെയും നേതാക്കളെയും എല്ലാം സ്നേഹിച്ച ഒരു നല്ല കമ്മ്യൂണിസ്റ്റാണ് സഖാ പുഷ്പൻ.